ജാസ്മിൻ ഇപ്പം ഞാനില്ലാത്ത സമയത്ത് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേറൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് എനിക്കും സന്തോഷം തരുന്നൊരു കാര്യമല്ല. ലവ് ലാംഗ്വേജ് എന്താ, എൻ്റെ ഫിസിക്കൽ കംഫർട്ട് എന്താണെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഒരു പരിധി വിട്ട് ഒരു ബൗണ്ടറി വിട്ട് പോയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ദേ ഹാവ് പ്രോപ്പർ ട്രസ്റ്റ് ഓൺ മീ. അത് ജിൻഡോ ചേട്ടൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം കൃത്യമായിട്ട് അതെങ്ങനെ മാറ്റി പോസിറ്റീവ് ആക്കണം എന്നുള്ളത്. ഒരുമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. ബ്രോ ഇനിയിപ്പോൾ തിരിച്ച് പോകാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എത്ര പ്രാവശ്യം പറയണം, ഞാൻ പോകാൻ റെഡി. നിങ്ങൾ തന്നെ വിടും. ഇല്ല, പോകാൻ എനിക്ക് താല്പര്യമുണ്ട് സത്യം. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൊമോ കണ്ടു, അതായത് നാളെ എന്തോ ഹോട്ടലിൻ്റെ ടാസ്ക്കാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ ഇപ്പോൾ ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, പകുതിയായിട്ടുണ്ടാവും. പക്ഷെ അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു, കളിക്കാൻ രസമുള്ള പരിപാടിയായിരുന്നു ഗെയിം. അത് അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത്. അതായത് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സ്പേസിൽ നമ്മൾ അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ളൊരു ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോഴും ആ ഇതിൽ തന്നെ എന്നും ഓട്ടത്തിലായതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ തന്നെയാണ്. പക്ഷേ ആ ഒരു ഹാങ് ഓവർ പോകും, 2 ദിവസത്തിൽ മാറുമായിരിക്കും. എന്തെങ്കിലും കണ്ടോ? കട്ട്സോ കോൾസോ അങ്ങനെ കണ്ടു. ഞാൻ കുറേ പരിപാടികളൊക്കെ കണ്ടു. ഓബ്വിയസ്ലി ഞാൻ അത് എക്സ്പെക്റ്റഡ് ആണ്. അവിടെ പോകുന്നതിന് മുമ്പേ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ എനിക്ക് അകത്ത് നിൽക്കുമ്പോഴും അറിയാം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാവുള്ളൂ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നെഗറ്റീവ് വന്നാലും അതിനെ നേരിടും എന്നുള്ള ഉറപ്പ്. കുറച്ച് പേര് നേരത്തെ ഔട്ടായിരുന്നു. അതിനകത്ത് ആരെങ്കിലും ഔട്ട് ആവണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന് തോന്നുമായിരുന്നു? ഔട്ട് ആവണ്ടായിരുന്നു ഗെയിമർ ആയതുകൊണ്ടല്ല, ഔട്ട് ആവണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടൻ. വിളിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഫോൺ കിട്ടിയ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കണം. പിന്നെ നമ്പർ ഒപ്പിക്കാനായിട്ട് എന്താ വഴിയെന്ന് അറിഞ്ഞൂടെ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കൊക്കെ ഫോളോ ഒക്കെ ചെയ്ത് തുടങ്ങണം. ഇനിയിപ്പോൾ അതൊക്കെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ആദ്യം തന്നെ ഒന്ന് പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് റെസ്റ്റ് ആയിട്ടില്ല. കാരണം ഫുള്ള് ഇന്നത്തെ ദിവസം നല്ല ഹെക്ടിക്കായിരുന്നു വന്നതിന് ശേഷം. ഫാമിലിൻ്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ദേ വർ വെരി ഹാപ്പി അബൌട്ട് ദ ഹോൾ തിങ്. അതിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ ആദ്യം വിഷമിച്ച്, അതായത് നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന റെസ്പോൺസ് വെച്ച് പുറത്തിറങ്ങുമ്പോൾ ആദ്യം മനസ്സിലുള്ളത് വീട്ടുകാർക്ക് എന്തായിരിക്കും എന്നുള്ളതാണ്. ഞാൻ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ ആ വീട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടുകാരനേക്കാളും എന്നോട് പപ്പ പറഞ്ഞു, എന്ത് വന്നാലും നിൻ്റെ രീതിയിൽ കളിച്ചോ, നമുക്ക് എന്ത് വന്നാലും ഒരുമിച്ച് ഫേസ് ചെയ്യാൻ ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളത്. അതേ ഡയലോഗ് തന്നെയാണ് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ബ്രോൻ്റെ മൈൻഡിൽ ജാസ്മിൻ്റെ മൈൻഡിലുള്ള പോലെ അല്ല പുറത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ കാണുമ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹൗസിൻ്റെ ഉള്ളിൽ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ലവ് ലാംഗ്വേജ് എന്താ, എൻ്റെ ഫിസിക്കൽ കംഫർട്ട് എന്താണെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഒരു പരിധി വിട്ട് ഒരു ബൗണ്ടറി വിട്ട് പോയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ദേ ഹാവ് പ്രോപ്പർ ട്രസ്റ്റ് ഓൺ മീ. അതിൽ ആ കാര്യത്തിൽ അവർ വിഷമിക്കില്ല. ഇതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ മോശം രീതിയിൽ ഡിഗ്രേഡ് ചെയ്യുന്നതിൽ അവർ ചിലപ്പോൾ വിഷമിക്കും. അല്ലാതെ മറ്റേതിൽ അവർക്ക് അത്ര എഫക്റ്റീവായിട്ട് അവർ ഫീൽ ചെയ്യും. ഒരിക്കലല്ല, ഞാൻ പറയില്ല, നിങ്ങളുടെ അഭിപ്രായം അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവർക്ക് തിരിച്ചു വരുമ്പോഴത്തേനും തിരിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും ജാസ്മിൻ ഇനി ഒരാഴ്ച കൂടി വീണ്ടും അകത്ത് നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയാലോ. ഗെയിം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഒരാഴ്ച ധാരാളം മതി ഒരു ഗെയിം, ഒരാളുടെ ഗെയിം കംപ്ലീറ്റ്ലി ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട്. ജിൻഡോ ചേട്ടൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം കൃത്യമായിട്ട് അതെങ്ങനെ മാറ്റി പോസിറ്റീവ് ആക്കണം എന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ ഇസ് എ ഗുഡ് പ്ലെയർ. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ജബ്രി അതിൻ്റെ അകത്ത് ഇല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ജാസ്മിന് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിന്ന് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ കളിക്കട്ടെ, കളിച്ചിട്ട് അപ്പോൾ മാറാണെങ്കിൽ നല്ലതല്ലേ, പോസിറ്റീവായിട്ട് വരട്ടെ. ഓരോ ആഴ്ച ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഒരു ടാസ്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗെയിം പ്ലാനുകളെല്ലാം ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും. അത് ജാസ്മിൻ്റെ ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സാധനം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടാസ്ക് ബേസ് ചെയ്തിട്ട് ആ പെർഫോമൻസ് പുറത്ത് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ അവർ തന്നെ കണ്ടോളും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ഭാരം ഒഴിഞ്ഞല്ലോ, അതായത് ഒരുമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഞാൻ അവിടെ ഇല്ലാത്തടത്തോളം കാലം എന്നെ ചേർത്ത് ഇനി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോമൻസ് ഇൻഡിവിജ്വലായിട്ട് വന്നോളൂ. നല്ല കാര്യമല്ല, സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ. സൗഹൃദങ്ങൾ എപ്പോഴും നല്ല കാര്യമല്ലേ. നമുക്ക് ജാസ്മിൻ ഇപ്പം ഞാനില്ലാത്ത സമയത്ത് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേറൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് എനിക്കും സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ ഇതുവരെ കാണാത്തത്. എനിക്ക് അറിഞ്ഞുകൂടാ, മറ്റേ കാസ്റ്റിംഗ് കൗച്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ?
അതായത് ബിഗ് ബോസിൽ പോകാനായിട്ട് സ്ത്രീകൾ അവിടെയുള്ള ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇല്ല അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അല്ല, അങ്ങനെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ലാതെ ഒരാൾ അങ്ങനെ പറയത്തില്ലല്ലോ. കൊണ്ടുവരാൻ ബ്രോന്റെ വിഷയത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ബ്രോന്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഞാൻ അങ്ങനത്തെ ആ ഒരു ടോപ്പിക്കിൽ വേറെ ആരുടെ അടുത്തുനിന്ന് ഞാൻ പേഴ്സണലി ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് ഡീപ്പറായിട്ടുള്ളൊരു നോളജ് ഇല്ല. പുള്ളി പറഞ്ഞത് എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഞാനത് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ തന്നെ ഒരു 2-3 മണിക്കൂർ പോയതുകൊണ്ട് വേറെ ഒന്നിലേക്ക് പോകാൻ പറ്റിയില്ല. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമൻറ്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വായിച്ചെന്ന് പറഞ്ഞല്ലോ കുറേ കമൻറ്റുകൾ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല, കുറേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ചില കമൻറ്റുകൾ വായിച്ച സമയത്ത് അതിൽ കൂടുതലും തെറിയായിരുന്നു. ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മളെ എന്താ പറയുക, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അങ്ങനത്തെ രീതിയിലുള്ള ലാംഗ്വേജിലുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു, ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്ന് എവിക്ഷൻ കഴിഞ്ഞ് പുറത്തിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പേര് ഒറിജിനൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള മെസ്സേജുകൾ എനിക്ക് അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കാണില്ല എന്ന് വെച്ചിട്ട് അവർ മെയിൽ അയക്കുന്നുണ്ട്. ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അതായത് എനിക്ക് ഇതൊക്കെ ഇന്ന് വന്നേണ മെയിലുകളാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഞാൻ കാണില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചിരിക്കുന്ന പേഴ്സണൽ മെസ്സേജ് മെയിലുകളാണത്. ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവർ മെയിലിൽ അയക്കുന്നു. അത് എല്ലാവരും അയക്കുന്നത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള കാര്യം. അതായത് ഗബ്രി യു ആർ എ ഫാൻറ്റാസ്റ്റിക് പ്ലെയർ, ഇന്നത്തെ ലാസ്റ്റ് സ്പീച്ച് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി, ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ലായിരുന്നു എന്ന് തോന്നി, ചിലരോടുള്ള ആൾക്കാരുടെ ദേഷ്യമാണ് നിൻ്റെ എവിക്ഷന് റീസൺ, ഡിസേർവിംഗ് അല്ലാത്ത കുറേ പേര് സ്റ്റിൽ അവിടെയുണ്ട്, വാട്ട് എവർ ഹാപ്പൻ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്, ഓൾവേസ് ബി ഹാപ്പി, മേ ഗോഡ് ബ്ലെസ് യു. അതായത് എനിക്ക് ഇതേവരെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. നെഗറ്റീവ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ എത്രത്തോളം ആളുകൾ എന്നെ വെറുത്തു അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾക്കെതിരെ സംസാരിച്ചു എന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യത്തിന് നല്ലതായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനസ്സിനൊരു സമാധാനം തരുന്നൊരു കാര്യമാണ്. 100 പേര് എതിർത്ത് നിന്നാലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നു. ഞാൻ ആ വീടിൻ്റെ അകത്ത് വെച്ചും പറഞ്ഞായിരുന്നു, ഇങ്ങനെ മൗത്ത് സ്റ്റിക്കറോട്ടിച്ച് സമയത്ത് വിശ്വസിക്കുന്ന ഒരാൾ മതി എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ്. കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഓക്കെ. ജാസ്മിൻ പുറത്ത് വരുമ്പോൾ സൈബർ ബുള്ളിങ്ങിന് പൂർണ്ണ സപ്പോർട്ടോടെ ഒരു ആളായിട്ട് ഉണ്ടാവും. ജാസ്മിനെ പുറത്ത് വരുമ്പോൾ സൈബർ ബുള്ളിങ് എന്തായാലും ഉണ്ടാവും. അയാൾ ഡെഫിനറ്റ്ലി സപ്പോർട്ടർ. ഞാൻ ഒരിക്കലും ഒരാൾക്ക് അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അനാവശ്യമായിട്ടൊരു വാക്ക് കൊടുക്കില്ല. അയാൾ ഓൾവേസ് ബി ദേർ ഫോർ യു എന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ പോകാൻ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ആസ് ലോങ് ആസ് ഷീ വാണ്ട്സ്. ഇപ്പോൾ ഒരൊറ്റ കാര്യങ്ങൾ ഇന്ന് രാവിലെ എയർപോർട്ടിലായി ജാസ്മിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഓടി എന്നുള്ളൊരു അത് ഞാൻ ഓടിയത് ജാസ്മിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടല്ല, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇടിച്ച് ചുമരുമ കയറ്റുമെന്നുള്ള പേടി കൊണ്ടാണ് ഓടിയത്. കാരണം ഞെങ്ങി പിന്നെ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കേണ്ട അവസ്ഥ വരും. ഒന്നാമത് വയ്യായിരുന്നു, അതുകൊണ്ട് ഓടിയതല്ല. ഞാൻ ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. പിന്നെ ബേസിക്കലി നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനോട് അല്ലെങ്കിൽ ആൾക്കാർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നതിനോട് എനിക്കത് അത്ര യോജിപ്പില്ല. ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരക്ക് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ സ്ഥലമാണെന്ന് വിചാരിക്കാം. അത് ഒരു എയർപോർട്ടാണ്. അപ്പോൾ നമ്മളവിടെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു തിരക്കും വേണ്ട, ബാക്കിയുള്ള പാസഞ്ചേഴ്സിൻ്റെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് 3 പ്രാവശ്യം ഏഷ്യാനെറ്റിൽ നിന്ന് ഓൾറെഡി വിളിച്ച് പറഞ്ഞു. ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് ചോദ്യം. ഓക്കെ, ജാസ്മിൻ്റെ ഹൈജീൻ ഇഷ്യൂയെക്കുറിച്ച് കുറച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് ബ്രോ അവിടെ നേരിട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹൈജീൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹൈജീനിൽ ചെറിയ പ്രശ്നങ്ങൾ, അതായത് എന്താ പറയുക, പ്രശ്നങ്ങളൊന്നുമല്ല, ചെറിയ കുറവുകളുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ രീതിയാണ്. ഞാനിപ്പോൾ ചിലർ ഒരു ജീൻസ് തന്നെ 3 പ്രാവശ്യം അലക്കാണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അതേസമയം ഓരോ പ്രാവശ്യം ഇട്ടാലും അത് അലക്കി ഉപയോഗിക്കുന്നവരുണ്ട്. അവർ തമ്മിൽ ഹൈജീൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ലെവൽ മാറുന്നുള്ളൂ. ചിലർ ഭയങ്കര ബ്രഷ് ഓരോ പ്രാവശ്യം കഴുകി അല്ലെങ്കിൽ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട്, 1 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട്. അത് ആ ലെവല് എത്രത്തോളം നമുക്കത് വേണം എന്നുള്ളതിൻ്റെ ലെവൽ മാറുന്നുള്ളൂ. ജാസ്മിൻ ഇസ് നോട്ട് ആൻ അൺഹൈജീനിക് അല്ലെങ്കിൽ നോൺ ഹൈജീനിക് പേഴ്സൺ. ഷീസ് എ ഹൈജീനിക് പേഴ്സൺ. ബേസിക് ഹൈജീൻ എല്ലാം തന്നെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ അടുത്ത് അത്രയും അടുത്തൊന്നും പോയി ഇരിക്കാൻ പോലും പറ്റില്ല. ചായയുടെ സാധനത്തിൽ ഐ ഡോണ്ട് തിങ്ക് അതിൻ്റെ അകത്തേക്കാണ് തുമ്മിയതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അകത്തേക്ക് തുമ്മിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തമാശയായിട്ട് ചെയ്തതായിരിക്കണം. പുറത്തേക്കായിരിക്കും തുമ്മിയത്, പക്ഷേ എന്നാലും സാരില്ല പോട്ടെ എന്നുള്ള. അപ്സരയും ജാസ്മിനും തമ്മിലുള്ളൊരു
ഡൈനാമിക് എല്ലാവർക്കും വളരെ ബേസിക്കായിട്ട് അറിയാവുന്നത്. അവർ വെറുതെ തമാശകൾ ഇങ്ങനെ ഒരുപാട് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞു പോയതായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അറിയാതെ പറ്റിയിട്ട് അത് എടുത്തില്ലെങ്കിൽ തന്നെ തെറ്റാണെന്ന് ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ജാസ്മിൻ്റെ അടുത്ത്. യു ഷുഡ് ഡു ദാറ്റ്. ഒരുപാട് അവസരങ്ങളിൽ ഞാൻ ജാസ്മിൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട്. ഇങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, ചെരുപ്പിടാൻ ഞാൻ ഓർമ്മ ചെയ്യാറുണ്ട്, മൈക്കിടാൻ പറയാറുണ്ട്. അപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരാളെ ബേസിക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും ഒരു പരിധിയില്ലേ, അത് എടുത്തുപയോഗിക്കാം. പക്ഷേ ഷീസ് ട്രൈങ്, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അത് ഭയങ്കര വിസിബിളാണ്. മൈക്കിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴായിട്ട് ബിഗ് ബോസ് ശ്രദ്ധ മാത്രമല്ല, മൈക്കിൻ്റെ കാര്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് എവിടെയെങ്കിലും അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആലോചിക്കില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്ന് വിളിച്ചു, ഇപ്പോൾ നമ്മൾ വാഷ്റൂം ഏരിയയിൽ നിൽക്കുമ്പോൾ തൂക്കിയിട്ടിട്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടേണ്ടി വരും. ആ ഓടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കില്ല മൈക്ക് എവിടെയാണോ, അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയതിന് ശേഷം മൈക്ക് എത്തുന്നത് പെട്ടെന്ന് ആലോചിക്കില്ല. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴേ മൈക്കിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. അപ്പോൾ സംസാരിച്ച് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും, ജാസ്മിൻ മൈക്ക് ധരിക്കുക എന്നവരോട് പറയും. അപ്പം കുറേ പ്രാവശ്യം അത് വരും. അതിൻ്റെ അല്ല ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം പണ്ടത്തെ പോലെ ഒരുപാട് പ്രാവശ്യം ഒന്നും പറയാറില്ല. ആകെ ഞാൻ വരുന്ന ആഴ്ചയൊക്കെ പറഞ്ഞിട്ടേ ഇല്ല, ഒരു പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.